പടം നല്ല പടമാണ്. അതായത് ഒരു പോലീസ് സ്റ്റോറി ആയിട്ടാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന നൈറ്റ് പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും പടത്തിൽ അങ്ങനെ ലാഗോ കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്തില്ല, കണ്ടിരിക്കാൻ പറ്റി. പിന്നെ ദിലീഷ് പോത്തനും റോഷൻ മാത്യു എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ്റെ ഒക്കെ അത് കോമഡി ചില സമയത്തൊക്കെ നല്ല, അതായത് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാകുമ്പോൾ അങ്ങനെയാണ് പടം കാട്ടിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഗ്രേറ്റ് മൂവി. ഷാഹി കബീർ ഹിറ്റ്സ് അഗെയിൻ. ഷാഹി കബീർ എന്താ പറയുക, ഓഫീസിന് ശേഷം നല്ലൊരു ഉഗ്ര മൂവിയാണത്. ആർക്കും പോയാൽ വല്ലാത്തൊരു ത്രില്ഡായ മൂവിയാണ്. ലാസ്റ്റ് എൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പോയി കാണണം. ഷുവർ ഉഗ്ര സിനിമയാണ്. ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് പോലീസ് ഫേസ് ചെയ്യുന്നത്. പോലീസിനെ ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്തൊരു ഫിലിം മേക്കർ ലോകത്ത് എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല. ഷാഹി കബീറിനെ പോലൊരു റൈറ്റർ ഡയറക്ടർ. ഉഗ്ര സിനിമയാണ്, ഉഗ്ര സിനിമ, ഒന്നും പറയില്ല. നല്ല പടം, അടിപൊളി സിനിമ. ഞാൻ എൻ്റെ പടത്തെക്കുറിച്ച് അഭിപ്രായം പറയാം. നല്ല പടം, സൂപ്പർ പടമാണ്, നല്ല പടം. പോലീസ് നല്ല പടം. അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യാം. അടിപൊളി പെർഫോമൻസ്, ഭയങ്കര ഇമോഷണലാണ്, കണക്റ്റഡ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഭയങ്കര കെമിസ്ട്രിയാണ് അവർ തമ്മിൽ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല 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 സിനിമ, നല്ല സിനിമ. ഗംഭീര പടം, ഒരു രക്ഷയില്ല, ഉഗ്ര പടം. സൂപ്പർ പടം കാണണം. ഗംഭീര സിനിമയാണ്, ഔട്ട്സ്റ്റാൻഡിങ് ഫിലിം. ദിലീഷ് പോത്തൻ, റോഷൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് സൂപ്പർ. അടിപൊളി സ്ക്രിപ്റ്റ്, ഒരു വൺ നൈറ്റ് പെട്രോളിങ്, ശരിക്കും ഒരു യഥാർത്ഥ പോലീസുകാരൻ്റെ ഒരു ജീവിതമാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഭയങ്കര ഇമോഷണലി കണക്ട് ആകുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളി. ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റാണ് അതിൻ്റെ അത് പറയാനുള്ളത് കേട്ടോ. അല്ലാതെ ആ സ്ക്രിപ്റ്റ് ഈ രണ്ട് ക്യാരക്ടേഴ്സും നമ്മുടെ രണ്ട് നായകന്മാരെയും ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്ത ഒരു കഥാപാത്രങ്ങളായിരുന്നു. ഒരു റിയൽ സ്റ്റോറി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അടിപൊളി. പൊതുവെ പടം നന്നായിട്ടുണ്ട്. യഥാർത്ഥ പോലീസുകാരെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നുണ്ട്, ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവർ ഡ്യൂട്ടി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന സിനിമയാണ്. പോലീസുകാരെ നമ്മൾ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവരുടെ ജീവിതം ഇതുവരെ ഇതുപോലെ പച്ചയ്ക്ക് പറഞ്ഞ ഒരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല. ഇത്രയും നന്നായിട്ടുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും. പിന്നെ ജനങ്ങൾ മനസ്സിലാക്കണം, പോലീസുകാരും മനുഷ്യന്മാരാണെന്നുള്ളത് മനസ്സിലാക്കണം. അടിപൊളിയായിരുന്നു. എൻ്റെ പേര് കൃഷ കുറുപ്പാണ്. ഞാൻ ഈ പടത്തിൽ അന്നു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്, റോഷൻ്റെ പേരായിട്ട്. സോ അടിപൊളി പടം. പ്ലീസ് തീർച്ചയായിട്ടും എല്ലാവരും പോയി തിയേറ്റേഴ്സിൽ കാണൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഫാമിലി പടമാണ്. പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. താങ്ക് യു. റിയലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ലൈക്ക് എവിടെയൊക്കെയാണോ കൊള്ളേണ്ടത് അവിടെയൊക്കെ കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എല്ലാവരും നല്ല പെർഫോമൻസ്. ദിലീഷ് പോത്തൻ സാറാണെങ്കിൽ ഗംഭീര കോമ്പിനേഷനാണ്. അവർ രണ്ടുപേരും ഭയങ്കര രസമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ കാണുന്നുണ്ട്. രണ്ട് കഥാപാത്രങ്ങൾ വളരെ രസകരമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിൽ. അടിപൊളി സിനിമ, നല്ല. അനദർ ബ്രില്യൻ വൺ ഫ്രം ഷാഹി കബീർ. ഭയങ്കര ഷാഹി കബീറിൻ്റെ ഭയങ്കര അടുത്തൊരു സിനിമയാണ്. നല്ല സ്ക്രിപ്റ്റ്. അയാൾ പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ. പെർഫെക്ഷനുള്ള ഒരു സ്ക്രിപ്റ്റ്. അദ്ദേഹം തന്നെ സംവിധായകൻ. അദ്ദേഹം ഒരു പോലീസുകാരനും കൂടാണല്ലോ. അപ്പോൾ ശരിക്കും ഒരു പോലീസുകാരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അത് അതേപോലെ ചെയ്തേക്കുകയാണ്. നമുക്കറിയുന്ന പോലീസല്ല, നമ്മൾ കാണുന്ന പോലീസല്ല, ഇത് മറ്റൊരു പോലീസാണ്. ഇത് റിയൽ പോലീസ് സ്റ്റോറി. വളരെ ഇമോഷണലുമാണ്. അത് ഓരോ പോലീസ് സിനിമയ്ക്കും ഷാഹിയുടെ ഓരോ പോലീസ് സിനിമയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓരോ ആസ്പെക്ട് കാണിക്കുന്ന പോലെയാണ്. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നല്ല സിനിമ. നിങ്ങൾ കണ്ടില്ലേ പടം? ഞാനിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഷാഹി കബീർ എന്നുള്ള ബ്രാൻഡ് തന്നെ ഇറ്റ് സേസ് ഇറ്റ് ഓൾ. ഭയങ്കര ഇമോഷണലി ആസ് വെൽ ആസ് നമ്മളെ പിടിച്ചിരുത്തുന്ന കുറേ മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയാണ്. ബ്യൂട്ടിഫുൾ പെർഫോമൻസസ്. അതും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഗംഭീര ആക്ടേഴ്സാണ്. ദിലീഷ് ചേട്ടനാണെങ്കിലും റോഷനാണെങ്കിലും ഒക്കെ നമ്മൾ പറയേണ്ട കാര്യമല്ലോ. പിന്നെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു പ്രൊഡക്ഷനായിരുന്നു. സോ വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇറ്റ്സ് എ ഹിറ്റ്. ഭയങ്കര ഉഗ്രനായിട്ടുണ്ട്. റോഷൻ നന്നായിട്ടുണ്ട്. ദിലീഷ് പോത്തനും എല്ലാവരും നന്നായിട്ടുണ്ട്. പടം നല്ല ഷാഹി കബീറിൻ്റെ പടമല്ലേ, അതിൻ്റെ ആ ഒരു ക്ലാസ്. ഷാഹി കബീറിൻ്റെ നല്ല സിനിമ. ദിലീഷ് പോത്തനും റോഷൻ പോത്തനും നല്ലപോലെ അഭിനയിച്ചു.
അടിപൊളി പടം. വെരി ഗുഡ് ഫിലിം. നല്ല പടമാണ്, ഭയങ്കര ഇമോഷണലി ഫീലായി. സൂപ്പർ, അടിപൊളി മൂവിയാണ്, ബ്രില്യൻ മൂവിയാണ്. പോലീസുകാരെ വെച്ച് ഫാമിലി മൂവി എടുത്ത പോലെ. നല്ല അടിപൊളി പടം. നല്ല പടം, നല്ല പെർഫോമൻസ്. ഇറ്റ് വാസ് സോ ഗുഡ്. ഞാൻ ഈ മൂവിയിൽ ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കണേ, പക്ഷേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ഹാപ്പി ആൻഡ് നല്ല പടമാണ്. അങ്ങനെ പറയാം ചെറുതായിട്ട്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു പടമാണ്. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. നല്ല പെർഫോമൻസ് ആയിരുന്നു. റോഷൻ ചേട്ടനായാലും ദിനേശ് ചേട്ടനായാലും ഭയങ്കര ഇമോഷണലിയൊക്കെ നമുക്ക് ഭയങ്കര ലൈക്ക് അത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഷായിക്കേൻ്റെ നല്ല രീതിയിൽ ഡയറക്ഷനും പരിപാടിയും ടെക്നിക്കൽ സൈഡും എല്ലാം സൂപ്പറായിട്ടുണ്ട്. റോഷൻ ചേട്ടനായിട്ടും ദിനേശ് ചേട്ടനായിട്ടും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഹാപ്പി അവരുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയതിൽ. ചെറിയൊരു ക്യാരക്ടറാണ്, ചെറിയൊരു പോർഷൻ ആണെങ്കിലും അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷം. റിലീസായി ആൾക്കാരുടെ മുമ്പിൽ ഇപ്പോൾ ഈ പടം പ്രദർശിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഈ ഷോയ്ക്ക് കിട്ടിയ റെസ്പോൺസിൽ വളരെ ഹാപ്പിയാണ്. ഇത് കൂടുതലും നമ്മുടെ ടീമും ക്രൂവും ഫാമിലി മെമ്പേഴ്സും ഒക്കെ നടന്നിട്ടുള്ളൊരു ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ മറ്റ് ഷോസ് നടക്കട്ടെ, ജനറൽ ഓഡിയൻസ് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. എല്ലായിടത്തും സെലക്റ്റീവായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. എല്ലായിടത്തും ഞാൻ പതുക്കെ കുറച്ചായിട്ടേ ചെയ്യുന്നുള്ളൂ. പുറത്തുനിന്ന് വെച്ചാൽ ഞാൻ ആകെ 3-4 പ്രോജക്റ്റ് പുറത്തും ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ സിനിമയ്ക്കായിട്ട് ഒരു വർഷത്തോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിൽ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ യാതൊരു രീതിയിൽ സങ്കടമോ തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നലോ വരുന്നില്ല എന്നുള്ളതിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് മതി. ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞായിരുന്നു ഇവരുടെ പെർഫോമൻസ് ആയിരിക്കും സിനിമയുടെ ഹൈ എന്ന്. ഞാൻ പോലീസുകാരാണ്, പോലീസിനോട് ഇമോഷണലി അടുപ്പമുള്ള ആളാണ്. പോലീസിൽ നിന്ന് ഇറങ്ങിയാലും ഒരു പോലീസുകാരൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇത് കാണുമ്പോഴാണ് കൂടുതൽ ആ തോട്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇൻ ഡീറ്റെയിൽ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പിന്നീട് പറയാം പ്ലീസ്. എക്സ്പീരിയൻസ് ഷായിക്ക എന്നുള്ള ബ്രാൻഡാണ്. ഷായിക്കയുടെ കൂടെ ഒരുപാട് കാലമായിട്ട് കൂടെയുണ്ട്. ഷായിക്കയുടെ പടത്തിൻ്റെ പ്രത്യേകത നമുക്ക് തന്നെ എല്ലാം അറിയാമല്ലോ. ജോസഫ് ആവട്ടെ, നായാട്ടാവട്ടെ, ഇലവിഴ പൂഞ്ചിറ, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇപ്പോൾ വന്നിട്ടുള്ള ഈ റോന്താവട്ടെ, ഓരോ ജോലിക്കും ഓരോ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും പോലീസിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും ഇരുന്ന് പടം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാലാണ് അത് അറിയാൻ പറ്റും. ഓരോ ജോലിയുടെയും ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഓരോ ഇപ്പോൾ പോലീസുകാരെ കഥ തന്നെ പറയട്ടെ. ഇപ്പോൾ ഇതിലെ 2 പോലീസുകാരെ കഷ്ടപ്പാടുകളും നമുക്ക് ആദ്യം തോന്നുന്നു അവർ തമ്മിൽ ഭയങ്കര ദേഷ്യമാണ്, അങ്ങനെയൊക്കെ ഭയങ്കരതായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു കഷ്ടപ്പാട് മൊത്തം വരച്ച് വെച്ചിട്ടുണ്ട് ഷാഹി കബീർ. ഷാഹി കബീറിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അടുത്ത ഷാഹി കബീർ നെക്സ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതുവരെ മലയാള സിനിമയിലുണ്ടായ ഒരു പോലീസിൻ്റെ എല്ലാ സിനിമകൾക്കും നിന്നും ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ് ഷാഹി കബീർ പോലീസ് സിനിമ തുടങ്ങിയതിനു ശേഷം കാണുന്നത്. എന്തായാലും നമുക്കിനിയും പ്രതീക്ഷിക്കാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം, പടത്തെ പ്രോത്സാഹിപ്പിക്കുക. സന്തോഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.